ഇന്ന് കോവിഡ് ബാധിച്ചത് 28,798 പേർക്കാണ്. 1,44,372 പരിശോധനകളാണ് നടന്നത്. മരണസംഖ്യ 151. ആകെ ചികിത്സയിൽ ഉള്ളത് 2,48,526 പേരാണ്. ഇന്ന് രോഗമുക്തരായത് 35,525 പേരാണ്. ഇന്ന് ചേർന്ന അവലോകന യോഗം കോവിഡ് വ്യാപനത്തിൽ കുറവ് വരുന്നതായിട്ടാണ് വിലയിരുത്തിയത്. പക്ഷേ ഒരു പൂർണ്ണമായും ആശ്വസിക്കാവുന്ന നിലയായിട്ടില്ല. ദൈനംദിനം രോഗവിമുക്തി നേടുന്നവരുടെ എണ്ണം രോഗികളാകുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് എന്നത് ആശ്വാസകരമാണ്. നിയന്ത്രണങ്ങളോട് പൊതുസമൂഹം ക്രിയാത്മകമായി പ്രതികരിച്ചതിൻ്റെ ഗുണഫലമാണ് രോഗവ്യാപനത്തിൽ കാണുന്ന ഈ കുറവ്. പക്ഷേ ജാഗ്രതയിൽ തരുമ്പം വീഴ്ച വരുത്താൻ പറ്റാത്ത സാഹചര്യം തുടരുകയാണ്. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ല. ICU ബെഡുകളിൽ, വെന്റിലേറ്ററുകളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന തിരക്ക് കുറച്ച് നാളുകൾ കൂടി നീണ്ടു നിൽക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ കൂടുതൽ തിരക്കുണ്ടാകാതിരിക്കുക എന്നത് അനിവാര്യമാണ്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട ഏറ്റവും പ്രധാന മുൻകരുതലാണത് എന്നത് ഓർക്കണം. വാക്സിൻ മുൻഗണനാ പട്ടികയിൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സിവിൽ സപ്ലൈസ്, സപ്ലൈകോ, ലീഗൽ മെട്രോളജി, സർക്കാർ പ്രസ്, ടെക്സ്റ്റ് ബുക്ക് അച്ചടി, പാസ്പോർട്ട് ഓഫീസ് ജീവനക്കാർ ഇവരെയെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഈ മാസം 31 മുതൽ 50% ജീവനക്കാർ ഹാജരാവണം. നിയമസഭ നടക്കുന്നതിനാൽ ഇപ്പോൾ തന്നെ അണ്ടർ സെക്രട്ടറിമാർ മുതൽ മേലോട്ടുള്ളവരെല്ലാം സെക്രട്ടേറിയറ്റിലുണ്ടാവണം. ചകിരി മില്ലുകൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകും. വളം, കീടനാശിനി മുതലായവ വിൽക്കുന്ന കടകൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രവർത്തിക്കും. കോവിഡ് മൂലം മരണമടയുന്നവരുടെ മൃതദേഹങ്ങൾ മാറ്റുന്നതിലും സംസ്കരിക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മരണമടയുന്നവരെ ഉടൻ തന്നെ വാർഡുകളിൽ നിന്ന് മാറ്റാൻ സംവിധാനമുണ്ടാക്കും. ടെക്നിക്കൽ സർവകലാശാലയിൽ അവസാന സെമസ്റ്റർ പരീക്ഷ ഓൺലൈനായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ യോഗം കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരുന്നു. ഓഫ്ലൈനായി പരീക്ഷ നടത്തുന്നതാണ് അഭികാമ്യം
എന്നാണ് പൊതുവെ അവരുടെ അഭിപ്രായം. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിക്കഴിഞ്ഞാൽ ജൂൺ 15-ന് പരീക്ഷകൾ ആരംഭിക്കാമെന്നാണ് VC-മാരുടെ വിലയിരുത്തൽ. അതനുസരിച്ച് പരീക്ഷ ആരംഭിക്കും. മത്സ്യബന്ധന തുറമുഖങ്ങളും ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളും ഇന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അവയുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവരും ഇത് കൃത്യമായി പാലിക്കണം. കോവിഡ് പ്രതിരോധ സാമഗ്രികൾ പൊതുവിപണിയിൽ വിൽക്കുന്നതിന് വില നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും കൂടിയ വിലക്ക് ഇവ വിൽക്കുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ഇത്തരം നടപടികൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘം എല്ലാ ജില്ലകളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഗുണനിലവാരമില്ലാത്ത കമ്പനികളുടെ പേരോ വിലയോ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പൾസ് ഓക്സിമീറ്ററുകൾ വിപണിയിൽ നിന്ന് വാങ്ങാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ശരീരത്തിൻ്റെ ഓക്സിജൻ നില കൃത്യമായി മനസ്സിലാക്കേണ്ടത് കോവിഡ് രോഗികളുടെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണ്. അപ്പോൾ ഗുണനിലവാരമുള്ള പൾസ് ഓക്സിമീറ്ററുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗുണനിലവാരമില്ലാത്ത പൾസ് ഓക്സിമീറ്ററുകളാകുമ്പോൾ അവ നൽകുന്ന തെറ്റായ വിവരങ്ങൾ രോഗിയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗുണനിലവാരം പരിശോധിച്ച് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനികളുടെ പൾസ് ഓക്സിമീറ്ററുകൾ മാത്രമേ വാങ്ങാവൂ. ആ പട്ടിക പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഉടൻ പരസ്യപ്പെടുത്തും. ബ്ലാക്ക് ഫംഗസ് രോഗത്തിൻ്റെ ചികിത്സക്കാവശ്യമായ ആംഫോടെറിസിൻ ബി, ലൈപ്പോസോമൽ, ആംഫോടെറസബിൻ ബി ഈ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് വിദേശത്തുള്ള മലയാളി സംഘടനകളോട് ആരാഞ്ഞിട്ടുണ്ട്. അവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ ലഭ്യമാക്കാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്താനും ആലോചിക്കുകയാണ്. വാക്സിനുകൾ ലഭിച്ചവർ അതിരുകടന്ന സുരക്ഷിത ബോധം കൊണ്ട് നടക്കാൻ പാടില്ല. വാക്സിനുകൾ പ്രതിരോധം നൽകുന്നുണ്ട്. രോഗം പിടിപെട്ടാൽ തന്നെ അതിൻ്റെ രൂക്ഷത കുറവായിരിക്കും. ഇതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിലും വാക്സിൻ എടുത്തവരിലും രോഗബാധയുണ്ടാകാം. മാത്രമല്ല രോഗവാഹകരാകാനുള്ള സാധ്യതയും ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട്
വാക്സിനേഷൻ എടുത്തു എന്ന് കരുതി അശ്രദ്ധമായ പെരുമാറ്റ രീതികൾ ഉണ്ടാകാതെ നോക്കണം. മറ്റ് ഗുരുതരാവസ്ഥയുള്ളവർ ഒരു ഘട്ടത്തിലും അവരുടെ ചികിത്സയും ശ്രദ്ധയും ഉപേക്ഷിക്കാൻ പാടില്ല. ആശുപത്രികളിൽ പോകുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ സർക്കാരിൻ്റെ സഞ്ജീവനി ആപ്പ് വഴി ടെലിമെഡിസിൻ സൗകര്യം ഉപയോഗിച്ച് ചികിത്സ തേടേണ്ടതാണ്. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ മാനസിക രോഗ ചികിത്സയിലുള്ള രോഗികൾക്കാവശ്യമായ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനായി സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം 31,520 പേരെ ഫോണിൽ ബന്ധപ്പെട്ടു. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി 74,087 കോളുകളും അതിഥി തൊഴിലാളികൾക്കായി 24,690 കോളുകളും ചെയ്തു. ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങൾക്ക് വേണ്ട മാനസികവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പുവരുത്താൻ ലോക്ക്ഡൗൺ കാലയളവിൽ മാത്രം ചെയ്തത് 2,18,563 ഫോൺ കോളുകളാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ മാനസിക പിന്തുണയും ഈ സംവിധാനം വഴി ഉറപ്പുവരുത്തി. ഇന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ഓൺലൈനായി ചേർന്നിരുന്നു. സർക്കാർ നയങ്ങൾ നടപ്പാക്കുന്ന ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറിമാർ. ഫയലുകളുടെ കാര്യത്തിൽ കൃത്യമായ നിയന്ത്രണ ചുമതല അവർക്കാണ്. ഫയലുകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കണം. ഒരാളുടെ കയ്യിൽ എത്ര സമയം വെക്കാമെന്നതിന് പരിധി നിശ്ചയിക്കണം. ഒരു ഫയൽ വളരെയധികം പേർ കാണേണ്ടതുണ്ടോ എന്നത് പരിശോധിക്കണം. ഫയൽ നീക്കം, ഫയൽ തീരുമാനം എന്നീ കാര്യങ്ങളിൽ പുതിയ സമീപനം സ്വീകരിക്കാനാവണം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പുതിയ സംവിധാനമുണ്ടാക്കി ഇക്കാര്യത്തിൽ ആലോചന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരുമാനങ്ങൾ സത്യസന്ധമായി കൈക്കൊള്ളുമ്പോൾ അനാവശ്യമായ ഭയപ്പാടും ആശങ്കയും ആർക്കും ഉണ്ടാകേണ്ടതില്ല എന്ന് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ പൂർണ്ണ സംരക്ഷണം നൽകും. എന്നാൽ അഴിമതി കാണിച്ചാൽ ഒരു തരത്തിലും സംരക്ഷിക്കില്ല. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഫയൽ തീർപ്പാക്കൽ പരിപാടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ 2 തവണ നടപ്പാക്കിയതാണ്. ഇത് സാധാരണ ഭരണക്രമത്തിൻ്റെ ഭാഗമായി തന്നെ നടപ്പാക്കണം. സങ്കടഹർജികൾ, പരാതികൾ എന്നിവ വ്യക്തിഗത പ്രശ്നങ്ങളാണെങ്കിലും അവ പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംവിധാനത്തിലെ പോരായ്മകൾ എന്തൊക്കെയെന്നുകൂടി സെക്രട്ടറിമാർ വിശകലനം ചെയ്യാൻ
മുൻകൈ എടുക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണപരിഷ്കരണവും നവീകരണവും തുടർ പ്രക്രിയയായി നടക്കേണ്ടതാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടുകളിലെ ശുപാർശകൾ ഗൗരവമായി കണ്ട് നടപടികൾ വകുപ്പ് തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഓരോ സെക്രട്ടറിയും പരിശോധിക്കും. ഇത് ചീഫ് സെക്രട്ടറി തലത്തിൽ അവലോകനം ചെയ്യും. ഫയലുകളിലെ വിവരങ്ങൾ തൽപര കക്ഷികൾക്ക് ചോർത്തിക്കൊടുക്കുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഫയലിന് രഹസ്യ സ്വഭാവം വേണ്ടതുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. വിവരാവകാശ നിയമത്തിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ഫയലിലെ വിവരങ്ങൾ ലഭ്യമാക്കാവൂ. PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും പരമാവധി നിയമനങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ സ്ഥാനക്കയറ്റത്തിന് ഉദ്യോഗസ്ഥർ അർഹത നേടാത്ത സാഹചര്യത്തിൽ ഹയർ കേഡർ ഒഴിവുകൾ ഡി കേഡർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന കേഡറിലെ ഒഴിവുകളായി കണക്കാക്കി റിപ്പോർട്ട് ചെയ്യാൻ ഫെബ്രുവരി 10 ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. ഈ കാര്യത്തിലെ പുരോഗതി പരിശോധിക്കും. റിട്ടയർമെൻറ്റ് ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇവ കൃത്യമായി നടന്നിട്ടുണ്ടോ അത് ചീഫ് സെക്രട്ടറി പരിശോധിക്കും. ഇനിയും PSCക്ക് വിടാത്ത നിയമനങ്ങൾ PSCക്ക് വിടാൻ സ്പെഷ്യൽ റൂളുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിലുള്ള പുരോഗതി സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറിയെ അറിയിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണത്തിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടാകരുത് എന്ന് നിർദ്ദേശം നൽകി. പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും പുരോഗതി എല്ലാ വർഷവും ജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയും ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ സർക്കാർ അവലംബിച്ചത്. ഈ സർക്കാരും അതേ രീതി തുടരും. പ്രധാന പ്രഖ്യാപനങ്ങളായ അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് സർക്കാർ ഓഫീസിൽ വരാതെ തന്നെ ലഭ്യമാക്കൽ, ഗാർഹിക ജോലിയിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സേവനങ്ങളും മറ്റാവശ്യങ്ങളും അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കൽ, ഇവയെല്ലാം അടക്കം സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള കർമ്മപരിപാടികളെല്ലാം തന്നെ സമയബന്ധിതമായും ഫലപ്രദമായി നടപ്പിലാക്കാൻ സെക്രട്ടറിമാർ മുൻകൈ പുലർത്തേണ്ടതുണ്ട്. അതിന് പ്രത്യേക സംവിധാനം എന്തെങ്കിലും വേണമെങ്കിൽ അത് ആലോചിക്കണമെന്നും കണ്ടിട്ടുണ്ട്. LDF പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഇനമാണ്
സ്മാർട്ട് കിച്ചൺ. അതിനുള്ള മാർഗരേഖയും ശുപാർശയും സമർപ്പിക്കുവാൻ വനിതാ ശിശു വികസന വകുപ്പ് 3 അംഗ സമിതിയെ നിയമിച്ചു. ഗാർഹിക ജോലിയിൽ ഏർപ്പെട്ട സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കേണ്ട സഹായം, ഗാർഹിക ജോലിയുടെ ഭാരവും കാഠിന്യവും ലഘൂകരിക്കാൻ സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പാക്കൽ, ഇവ സംബന്ധിച്ച മാർഗരേഖയും ശുപാർശകളും സമർപ്പിക്കാനാണ് 3 അംഗ സമിതി രൂപീകരിച്ചത്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, വനിതാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറി, ഇവരാണ് സമിതിയിലുണ്ടാവുക. സമിതിയുടെ റിപ്പോർട്ട് 2021 ജൂലൈ 10 സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗാർഹിക അധ്വാനത്തിലേർപ്പെടുന്നത് മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. വീട്ടിലെ ജോലിക്കൊപ്പം പുറമെയുള്ള മറ്റ് ജോലികളിലും ഇവർ ഏർപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ വീട്ടിലെ അധ്വാനം നമ്മുടെ സമ്പദ്ഘടനയുടെ ആകെ മൂല്യം കണക്കാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഉൾപ്പെടുന്നുമില്ല. ഗാർഹിക അധ്വാനത്തിലേർപ്പെടുന്ന സ്ത്രീകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുക, അവരുടെ വീട്ടുജോലി ഭാരം ലഘൂകരിക്കുക എന്നിവയാണ് സ്മാർട്ട് കിച്ചൺ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള ഗാർഹിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതുൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കും. വിഴിഞ്ഞം തീരത്ത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായപ്പോൾ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും വിലയേറിയ 8 ജീവനുകൾ രക്ഷിക്കാനും കോസ്റ്റൽ ഗാർഡിനും കോസ്റ്റൽ പോലീസിനും തിരുവനന്തപുരം സിറ്റി പോലീസിനും സാധിച്ചു. കോസ്റ്റൽ ഗാർഡിൻ്റെ പ്രവർത്തനം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ ഏജൻസികൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ ഫാദർ മൈക്കിൾ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരും മുന്നിലുണ്ടായിരുന്നു. എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 8823 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 5236 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 39,86,750 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. 15ാം കേരള നിയമസഭയുടെ ഈ വർഷത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കോട്ടയം കാഞ്ഞിരപ്പള്ളി തിടനാട് പഞ്ചായത്തിൽ വരാകുലായിൽ സിനിൽ എന്ന കർഷകൻ വിളവായി കിട്ടിയ 250 ടൺ കപ്പ നാട്ടുകാർക്ക് സൗജന്യമായി നൽകി. ഏകദേശം 25 ലക്ഷം രൂപ വില വരും. വയനാട്ടിലെ വെള്ളമുണ്ടയിലെ സ്രോതസ് ഇനീഷ്യേറ്റീവ് എന്ന യുവാക്കളുടെ കൂട്ടായ്മ 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് ലഭിച്ച കപ്പ ആദിവാസി കോളനിയിലെ കോവിഡ് ബാധിതർക്കായി
പഞ്ചായത്ത് മുഖേന കൈമാറി. രാങ്കോ സിമൻസ് 1,10,00,000 രൂപയുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ KMSCL-ന് കൈമാറിയതായി അറിയിച്ചു. വരവൂരിലെ V1 യുവജന കൂട്ടായ്മ 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത കപ്പ വീടുകളിൽ വിതരണം ചെയ്തു. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പ്രവാഹം തുടരുകയാണ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മന്ത്രിമാരുടെ ശമ്പളത്തിൽ നിന്ന് ഓരോ മാസവും 10,000 രൂപ വീതം ഒരു വർഷം വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സ് സംഘടന AKGCT നേരിട്ട് നൽകിയതും ശമ്പളത്തിൽ നിന്നുള്ളതും ചേർത്ത് വലിയ തുകയാണ് കാണുന്നത്. 2,85,44,385 രൂപ. കാഞ്ഞങ്ങാട് നഗരസഭ 25 ലക്ഷം. അമേരിക്കയിലുള്ള ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ 2 തവണയായി 18,47,885 രൂപ. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 12,05,586. നേരത്തെ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞൊരു തുക മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു തുക അറിയിച്ചിട്ടുണ്ട്. അത് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അവർ കൊടുത്തിട്ടുള്ളത് 11,11,111 രൂപയാണ്. നേരത്തെ പറഞ്ഞതിൽ എന്തോ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടല സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 10,90,943 രൂപ. യാക്കോബായ സുറിയാനി സഭ 10 ലക്ഷം. ഖത്തറിലെ വ്യവസായി മിബു ജോസ് 5 ലക്ഷം. വർക്കല ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം. വർക്കല ചെമ്മരുതി സർവീസ് സഹകരണ ബാങ്ക് 7,40,000. കല്യാശ്ശേരി KPR ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും ജീവനക്കാരും 7,30,988. ഇഞ്ഞിത്താനം ജനതാ സർവീസ് സഹകരണ ബാങ്ക് 6 ലക്ഷം. വാമനപുരം മിതിർമല സർവീസ് സഹകരണ ബാങ്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും 5,45,892. കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടായ്മ 5,40,013. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം മലബാർ ജീവനക്കാരുടെയും ഒരു ഡയറക്ടറുടെയും വിഹിതം ഉൾപ്പെടെ 4,38,000. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജീവനക്കാർ 4,11,613. തൊടുപുഴ കരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് 3,36,540. വെൽക്കോ അഞ്ചരക്കണ്ടി ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 2,16,500. തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് അംഗങ്ങൾ 2,50,000. കോഴിക്കോട് ചെക്കിയാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 2,22,840. ഇറ്റലിയിലെ രക്തപുഷ്പങ്ങൾ എന്ന സംഘടന 2,10,000. ചിത്തര കായൽ പാടശേഖര നെല്ലുൽപാദക സമിതി 2 ലക്ഷം.
കേരളത്തിലെ ഫിലിം സൊസൈറ്റികളും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയനും ചേർന്ന് ആദ്യ ഗഡു 2 ലക്ഷം. കുമ്മിൾ ഗ്രാമപഞ്ചായത്തിലെ H&B ഗ്രാനൈറ്റ്സ് 2 ലക്ഷം. പുത്തൻകുരിശ് ഗവൺമെൻറ് സർവീസ് സഹകരണ സംഘം 2 ലക്ഷം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ 31 സ്കിൽഡ് അസിസ്റ്റൻറ്റുമാർ 1,89,000. ആലിസ് സ്പ്രിങ്സ് മലയാളി അസോസിയേഷൻ 1,60,000. മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ ന്യൂട്രിമിക്സ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 1,38,535. കേരള സോഫ്റ്റ് ബോൾ അസോസിയേഷൻ 1,32,000. ഉരള്ളൂർ MUP സ്കൂളിലെ 14 അധ്യാപകർ 1,29,017. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബുവും കുടുംബവും 1 ലക്ഷം. സാഹിത്യകാരൻ ഡോക്ടർ NVP ഉണിത്തിരി 1 ലക്ഷം. റസാഖ് കൊടിയത്തൂർ 1 ലക്ഷം. മുൻ മന്ത്രി TU കുരുവിള 1 ലക്ഷം. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് 1 ലക്ഷം. കോങ്ങാട് വയങ്കരപ്പാടത്ത് സുകുമാരനും ഭാര്യ കമലാക്ഷിയും 1 ലക്ഷം. വർക്കല ബ്ലോക്ക് റൂറൽ സഹകരണ സംഘം 1 ലക്ഷം. പാലക്കാട് പോളിടെക്നിക്കിൽ നിന്നും വിരമിച്ച അധ്യാപകൻ നാരായണൻകുട്ടി 1 ലക്ഷം. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടോമി പുലിക്കാട്ടിൽ 1 ലക്ഷം. റോബിൻ വർഗീസ് കല്ലൻ മാർബിൾസ് പുക്കാട്ടുപടി 1 ലക്ഷം. വെൺമണി ഗ്രാമസേവാ സമിതിയും അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫും 1 ലക്ഷം. കോഴിക്കോടൻസ് ബേക്കേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് 1 ലക്ഷം. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസും ഭാര്യ K ഗീതയും പെൻഷൻ തുക 77,107. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വൈഫൈ കാർഡ് പോലത്തെ അങ്ങനത്തെ കോണ്ടാക്റ്റുകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള ഉപയോഗം നടത്തുക. ഓക്കെ, കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു കാർഡ്ബോർഡിൻ്റെ ഒരു സർഫസാണ്. ഈ കാർഡ്ബോർഡിൽ വൈറസ് 24 മണിക്കൂർ വരെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വല്ല സാനിറ്റൈസറോ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും മതി. വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു വൃത്തിയുള്ള ഭാഗത്തേക്ക് തന്നെ മാറ്റി വയ്ക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പ്ലാസ്റ്റിക്കിൽ തന്നെ കുറേ ദിവസങ്ങൾ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു കുപ്പിയാണ്. അത് ഗ്ലാസിൻ്റെ കുപ്പിയാണ്, കെച്ചപ്പിൻ്റെ കുപ്പി. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ വൈറസ് നിലനിൽക്കാനുള്ള സാധ്യത കുറേ ദിവസങ്ങളാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അത് വൃത്തിയുള്ളൊരു വെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ വല്ല വിനേഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഒരു ദിവസം ഡ്രൈ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സോപ്പ് വെച്ച് നമ്മൾ കൈകൾ നന്നായി കഴുകുക. അപ്പോൾ വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. മഹാമാരി വന്നിടും നാളിലും നമ്മളൊന്നായി നിന്നിടും. AIYF വെട്ടക്കൽ മേഖലാ കമ്മിറ്റി 30,786 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. സീമ, 2 കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒന്ന്, ഈ പ്രവാസികൾ നേടുന്നൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ UAE, സൗദി അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ നിന്ന് കോവിഷീൽഡ് എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷെ ആ രാജ്യത്ത് അതിൻ്റെ പേര് ഓക്സ്ഫോർഡ്
ആസ്ട്രോസെനേക എന്നാണ്. അന്നേരം അങ്ങനെ രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് അവിടെ ക്വാറന്റൈനിൽ സ്വന്തം ചെലവിൽ കഴിയേണ്ടി വരുന്നുണ്ട്. 1 ലക്ഷത്തോളം രൂപ അവർ കയ്യിൽ നിന്ന് സ്വന്തം ചെലവാക്കുന്നുണ്ട്. അന്നേരം കഴിഞ്ഞ ദിവസം എംബസിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചപ്പോൾ അവർ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് ചെയ്യാൻ കഴിയുമോ? ഇത് ആ പേരൂടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇത് പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ. ഇതിപ്പോൾ ഈ പേര് കൃത്യമായിട്ട് എഴുതിക്കൊണ്ടുള്ള ഒരു നിവേദനം ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാം. അതിന് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് അവിടെ ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ നമുക്ക് നീക്കാവുന്നതാണ്. അതിൽ പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യം മാത്രമായിരിക്കും അത്. ഈ പ്രവാസികളുടെ കാര്യത്തിലാണ്, വാക്സിൻ്റെ കാര്യത്തിൽ വിഷയമുണ്ട്. അത് 2ാം വാക്സിൻ ലഭിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ആദ്യ വാക്സിൻ ലഭിച്ചിട്ട് 2ാം വാക്സിൻ ലഭിക്കാത്തത് കാരണം അവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ 1ാം ഡോസ് വാക്സിൻ എടുത്തവർക്ക് 2ാം ഡോസ് വാക്സിൻ ലഭിക്കുന്നില്ല എന്ന പരാതി ചില സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ഒരു പരാതിയാണ്. അതൊക്കെ ഈ അവസാനം പറഞ്ഞതിന് ഒഴികെയുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തും വിശദമായിട്ട് പറഞ്ഞതുമാണ്. അതിൽ പ്രവാസികൾക്ക് മുൻഗണന കൊടുത്തിരിക്കുന്നു എന്നത് നേരത്തെ വ്യക്തമാക്കിയതാണല്ലോ. 2ാമത്തെ ഡോസ് നൽകുന്നതിനും അതിന് സന്നദ്ധതയുണ്ട്. ഒരു പ്രശ്നം ഉള്ളത് ഈ കോവിഷീൽഡ് നിശ്ചയ ദിവസം കഴിഞ്ഞാണ് നൽകേണ്ടത്. ആ നിശ്ചയ ദിവസം കഴിഞ്ഞ് നൽകുമ്പോൾ ഇവർക്ക് ചില പ്രശ്നങ്ങൾ വരും പ്രവാസികൾക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ പ്രശ്നം പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനെങ്ങനെ പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളത് അവർ വിദഗ്ധ സമിതിയുമായിട്ടൊക്കെ ആലോചിച്ച് കാര്യങ്ങൾ നീക്കും. ഏതായാലും പ്രവാസികൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. രണ്ടാമത്തെ പ്രശ്നം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെയ്തു, അവർക്ക് കിട്ടിയില്ല, ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് അവിടെ 2ാമത്തെ ചെയ്യാനില്ല. അവിടെ 1ാമത്തെ ചെയ്തു എന്നത് ഒരു 1ാമത്തെ ചെയ്തതായിട്ട് കണക്കാക്കും. 2ാമത്തത് അവരെ കയ്യിലില്ലെങ്കിൽ ഈ അർഹതയുള്ള വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ക്യൂ ഉണ്ടാകുമെന്ന് പറഞ്ഞു നേരത്തെ, പക്ഷെ പലയിടത്തും അതില്ല. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് അവർക്കും പ്രത്യേക ക്യൂ ഇല്ല. അവർക്ക് ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്, അറിയാവുന്നതാണല്ലോ. അതിനെന്തെങ്കിലും പരിഹാരം? അത് ഈ വാക്സിൻ ലഭ്യമാക്കുന്ന സ്ഥലത്ത് കൃത്യമായ ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ ചില നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് ഫലസിദ്ധിയിലായിട്ടില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഈ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ട് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും വാക്സിനേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും ഒരു മുൻഗണന കൊടുക്കുമോ? അത് നമ്മുടെ ആരോഗ്യരംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വാക്സിനേഷൻ നൽകുക, അതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ നയമായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ വിദേശത്ത് പഠിച്ചവരോ ഇവിടെ പഠിച്ചവരോ എന്നുള്ള വ്യത്യാസമില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുൻഗണന കൊടുക്കുക എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. എക്കാലമായതിനല്ലേ ഈ ദിവസമെങ്കിലും ഒന്ന് തുറക്കുന്നതിന് ഒറ്റത്തവണയായിട്ട് അനുമതി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കേണ്ടത്. സാധനങ്ങൾ മാറ്റുന്നതിനും വൃത്തിയാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ആക്രി സാധനങ്ങൾ കട സാധനം അവർക്ക് ഈ സാധനം പൊളിച്ച വാഹനങ്ങളതായാലും പേപ്പറുകളും പഴയത്, അപ്പോൾ അത് വൃത്തികേടായി കിടക്കുന്നു. അതൊന്ന് കയറ്റി വിടുന്നതിനും ഒന്ന് വൃത്തിയാക്കി വെക്കുന്നതിനും മാത്രം 2 ദിവസം മാത്രം ഒരു അനുമതി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആ മേഖലയിൽ നിന്ന് ആവശ്യം വരുന്നുണ്ട്. പരിശോധിച്ച് നോക്കാം. എന്താ CME AKGയുടെ പേരിലുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. കഴിഞ്ഞ ഈ നമ്മുടെ 1ാമത്തെ ലോക്ക്ഡൌൺ മുതൽ അവിടെ ഏതാണ്ട് 3000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ആ സമയം തൊട്ടേ തന്നെ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഇപ്പം 2ാം ലോക്ക്ഡൌണിന് മുമ്പ് വീണ്ടും അവർ തുറന്ന് തുടങ്ങിയതാണ്. പക്ഷെ വീണ്ടും ഇപ്പോൾ അടയ്ക്കുന്ന സ്ഥിതിയാണ്. 1 വർഷത്തിന് മേലെയായി അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടലുണ്ടാവും? അവർ മറ്റു ജോലികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? CM അതിനകത്തുനിന്ന് ഇടപെടുമോ? ഇതിൽ 2 കോഫി ഹൗസുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏത് കോഫി ഹൗസാണ് ഈ പറയുന്ന ഗണത്തിൽപ്പെട്ടത്? ഇന്ത്യൻ കോഫി ഹൗസ്. അത് തന്നെ ഇന്ത്യൻ കോഫി ഹൗസ്. കണ്ണൂര് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. തൃശ്ശൂർ ഞാൻ പറഞ്ഞു വരികയാണ്. അത് ഭംഗിയായി നടന്നു പോവുകയാണ്. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. തൃശ്ശൂരിലെ കോഫി ഹൗസിൽ, തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോഫി ഹൗസിൽ എന്താണ് പ്രശ്നമെന്നത്
നമുക്ക് പരിശോധിക്കാം. അത് ലേബർ വകുപ്പിനോട് പരിശോധിക്കാൻ പറയാം. ഈ ലോക്ക്ഡൗൺ ആരംഭിച്ചതിന് ശേഷം പലർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്ക, അവർക്ക് ഈ ലോൺ തിരിച്ചടവ് പലർക്കും നടക്കുന്നില്ല. അപ്പോൾ ബാങ്കുകൾ പലതും ഈ സിബിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും ലോണുകൾ തിരിച്ചടക്കുക. അപ്പോൾ അവരുടെ ലോൺ തിരിച്ചടവ് മുടങ്ങുമ്പോൾ സിബിൽ സ്കോർ താഴും. അപ്പോൾ ഈ ഒരുപാട് പേരുടെ ഒരു ആവശ്യം, ഈ ബാങ്കുകളോട് എന്തെങ്കിലും ഒരു അഭ്യർത്ഥന സംസ്ഥാന സർക്കാരിന് നടത്താൻ കഴിയുമോ? ഈ തൽക്കാലത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്ക് ഈ വ്യവസായങ്ങളൊക്കെ ഒന്ന് നന്നായി വരുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ ഇതൊന്ന് ശരിയായി വരുന്നവരെ ഒന്ന് നടത്തുവാൻ കഴിയുമോ എന്നൊരു അഭ്യർത്ഥന പല ഭാഗങ്ങളിൽ നിന്നായി മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ഫോൺ കോളുകളായി വരുന്നുണ്ട്. അല്ല, അതാണല്ലോ നേരത്തെ നമ്മൾ നടത്തിയത്. ഈ കാര്യത്തിൽ ബാങ്കുകളെ നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിക്കുകയല്ല ചെയ്തത്. ബാങ്കുകളോട് പറയാൻ ആധികാരികതയുള്ള കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ നമ്മൾ ഈ പ്രശ്നം കൊണ്ടുവന്നു. എന്നിട്ട് ഇതിന് മൊറട്ടോറിയം കൊടുക്കണം എന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടു. അതിൻ്റെ നടപടി നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ബാങ്കുകാരെ നമ്മൾ വിളിച്ചൊരു അഭ്യർത്ഥന നടത്തുന്നതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതും നമുക്ക് പരിശോധിക്കാം. ഈ കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി വാക്സിനേഷൻ നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും ഈ സെൻറ്ററുകളിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നീടുള്ള ഈ പഞ്ചായത്തുകളിലെ ഈ കിടപ്പ് രോഗികളുമായി ബന്ധപ്പെട്ട പാലിയേറ്റീവ് കെയർ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങുന്നതിനുള്ള ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ സാധാരണ നിലക്ക് നമ്മുടെ രോഗികളായിട്ടുള്ളവർ കഴിയുന്ന കേന്ദ്രങ്ങൾ, അവശരായിട്ടുള്ളവർ, അവിടങ്ങളിൽ അവർക്ക് വാക്സിൻ എത്തിക്കുക എന്നതിന് ഇപ്പം തന്നെ ആരോഗ്യവകുപ്പ് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വയോജന കേന്ദ്രങ്ങൾ, അവിടങ്ങളിലൊക്കെ വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേ പ്രശ്നം എന്താണെന്ന് പരിശോധിക്കുക. സാർ, ഈ സ്മാർട്ട് കിച്ചന്റെ ഭാഗമായി വീട്ടമ്മമാർക്ക് ഗാർഹിക ഉപകരണങ്ങൾ നൽകുന്ന കാര്യം ഇപ്പോൾ CM പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് നടപ്പിലാക്കുക? സബ്സിഡിയായി നൽകുകയാണോ, ലോൺ അനുവദിക്കുന്നതാണോ, അതോ ഈ സാമ്പത്തിക സ്ഥിതി അടിസ്ഥാനത്തിൽ സൗജന്യമായി നൽകുന്നതാണോ? അത് സംബന്ധിച്ച് വിശദമായ രൂപരേഖയായിട്ടുണ്ടോ? അല്ല, അതല്ലേ ഇവർ പഠിച്ച് റിപ്പോർട്ട് തരേണ്ടത്. ആ റിപ്പോർട്ട് അവർ തരട്ടെ, എന്നിട്ട് നമുക്ക് പരിശോധിക്കാം എന്താണെന്നുള്ളത്. CM ഇപ്പോൾ പല സ്കൂളുകളിലും ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-ാം തീയതി സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകളിലും ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഇപ്പോൾ പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേഷനറി സാധനങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ അത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് പരിമിതമായ തോതിലെങ്കിലും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം നൽകുമോ? അത് ഗൗരവമായൊരു പ്രശ്നമാണ്. ആ സ്റ്റേഷനറി കടകൾ നിശ്ചിത സമയം തുറന്നു വെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. CM, ഈ അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ, അവർ ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ കൃത്യമായി ഫീസ് പിരിക്കുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. സർക്കാരിൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തണമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ നീട്ടാനുള്ള സാഹചര്യം നിലവിലുണ്ടോ? അതുകൊണ്ടൊന്ന് CM സൂചിപ്പിക്കും. അല്ല, ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ ലോക്ക്ഡൗൺ അവസാനിക്കാറായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി 2 ദിവസം കൂടി ഉണ്ടല്ലോ, 30-ാം തീയതി വരെയാണല്ലോ. അപ്പോൾ അതിനടുത്ത ദിവസം നോക്കിയിട്ട് നമുക്ക് ആ കാര്യം തീരുമാനിക്കാം എന്താണെന്നുള്ളത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ പൊതുവിൽ നമ്മൾ ആദ്യം പ്രാമുഖ്യം നൽകുന്നത് കോവിഡ് വ്യാപന നിയന്ത്രണത്തിനാണ്. അതിനാവശ്യമായ നടപടികളിൽ ഇളവ് വരുത്താൻ പറ്റില്ല. എന്നാൽ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിന് ഏതെല്ലാം മേഖല തുറന്നു കൊടുക്കാൻ പറ്റും, ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിനും പ്രാമുഖ്യം കൊടുക്കുക തന്നെ ചെയ്യും. ആ തരത്തിൽ നമുക്കത് ഒരു സമതുലിതാവസ്ഥയിൽ പോകാം. ഈ ഫയൽ തീർപ്പാക്കലിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ ഏറ്റവും കൂടുതൽ ഫയലുകൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന കോടതി വ്യവഹാരങ്ങളിൽ പെട്ടിട്ടാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് ഫയലുകൾ തീർപ്പാക്കാതെ കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക ഡ്രൈവ് നടത്തോ? അതുപോലെ തന്നെ പല ഫയലുകളും വിവിധ ഓഫീസുകളിലേക്ക് പോകുമ്പോൾ ഒരു ഫയലിന് 2, 3, 4 നമ്പറുകൾ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇരട്ടിപ്പുകൾ ഫയലിൻ്റെ എണ്ണത്തിൽ വരുന്നില്ല. അത് പരിഹരിക്കുന്നതിന് എന്താ ശാസ്ത്രീയമായ സമീപനം കൂടി ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കോടതികളുടെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഇടപെട്ടൊരു നിലപാടെടുക്കാൻ കഴിയില്ല. എന്നാൽ കോടതികൾ തന്നെ ആ പ്രശ്നം ഗൗരവമായി കാണുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിക്കുന്നതിന് നല്ല മുൻകൈ വിവിധ കോടതികൾ എടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പലപ്പോഴും ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയതായിട്ടറിയാം. ഫയലുകൾ പെരുകുന്നത് ഈ ഒരു ഫയലിന് വിവിധ നമ്പറുകൾ വരുന്നത് കൊണ്ടല്ല, കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തന്നെയുണ്ട്. കഴിഞ്ഞ 2019 2 തവണ ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തിയപ്പോൾ നല്ല പുരോഗതി അതിലുണ്ടായിട്ടുണ്ട്. ആ അനുഭവം വെച്ചുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഇത് ശ്രദ്ധിച്ചു പോകണം, ഫയലുകൾ കെട്ടിക്കിടക്കരുത് എന്ന് പറഞ്ഞത്. നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത് ആ നിലയിൽ തന്നെ തുടരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. CM, ഈ തീരസുരക്ഷയ്ക്കും ഈ കടൽ സുരക്ഷയ്ക്കും
ഈ വകുപ്പുകളുടെ ഏകോപനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ തീരം അതിർത്തി സംരക്ഷിക്കുന്ന പോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു സഹായത്തോടു കൂടി ഈ തീര സംരക്ഷണം, അപ്പോൾ അതിന് എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നടപടി ഉണ്ടാവും? അതിന് അതിവിപുലമായ പദ്ധതിയാണ് വേണ്ടത്. കാരണം 600 കിലോമീറ്ററോളമുള്ള ഒരു തീരമാണല്ലോ നമുക്ക് ഉള്ളത്. അത് പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതിന് പ്രാധാന്യം തന്നെയാണ് സർക്കാർ കൊടുക്കുന്നത്. അതിൽ ഗൗരവമായ ആലോചനകൾ ഇപ്പോഴേ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതിനൊന്നുകൂടി വേഗത കൂട്ടാൻ നടപടികൾ എടുത്തു വരികയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നെ പോരെ. ശരി. ഇന്നത്തെ കോവിഡ് കണക്കുകളും ഒപ്പം തന്നെ പൊതുവായുള്ള പല കാര്യങ്ങളും മുഖ്യമന്ത്രി പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ആശ്വസിക്കാവുന്ന വകയിൽ 28,798 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 151 മരണമാണ്. മരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു എന്നതാണ് ഇന്നത്തെ കണക്കുകൾ ഉള്ളത്. ചികിത്സയിലുള്ളത് 2,48,526 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്ന് രോഗം ഭേദമായവരുടെ എണ്ണം 35,525 രോഗവ്യാപനം കുറയുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ദിവസവുമുള്ള രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടാവുന്നുണ്ട്. എന്നാലും അത് ആശ്വസിക്കാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൂർണ്ണമായും ആശ്വസിക്കാവുന്ന കണക്കുകളിലേക്ക് എത്തിയിട്ടില്ല. ലോക്ക്ഡൌൺ ഫലം കാണുന്നുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. ജാഗ്രതയിൽ ഒട്ടും വീഴ്ച വരുത്താൻ പാടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രികളിൽ തിരക്കുണ്ടാക്കാൻ പാടില്ല. പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്നു. വലിയ തിരക്ക്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്നത്തെ കോവിഡ് കണക്കുകളെ സംബന്ധിച്ച് ആശ്വാസകരമായി വരുന്നുണ്ടോ കാര്യങ്ങൾ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്? രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ ഒരു ട്രെൻഡ് തന്നെയാണ് രോഗവ്യാപനത്തിന്റെ കാര്യത്തിലുള്ളത്. പക്ഷേ അതൊരു ആശ്വസിക്കാനുള്ള വകയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാരണം ഇന്ന് 181 മരണങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. 28,798 കേസുകൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. രോഗമുക്തി നേടുന്നവരുടെ എണ്ണം 35,525. അതാണ് ഒരു ആശ്വാസകരമായ സംഗതി. പക്ഷേ ഇപ്പോഴും വ്യാപനം കുറയുന്നുവെന്ന് ഇന്ന് ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. അപ്പോഴും ആശ്വസിക്കാവുന്ന നിലയിൽ, പൂർണ്ണമായും ആശ്വസിക്കാവുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല. നിയന്ത്രണങ്ങളോട്, ലോക്ക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങളോട് പൊതുസമൂഹം ക്രിയാത്മകമായി പ്രതികരിച്ചു. അതിന്റെ ഫലമാണ് രോഗവ്യാപനം കുറഞ്ഞത്. അതുകൊണ്ട് ജാഗ്രതയിൽ വീഴ്ച വരുത്താൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രികളിലെ തിരക്ക് ഒഴിവാക്കണം. അതേസമയം ഓരോ ഭാഗത്തെയും നിയന്ത്രണങ്ങൾ ചുരുക്കിക്കൊണ്ട് വരുന്നുമുണ്ട്. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിൽ ഈ മാസം 31 മുതൽ 50% ജീവനക്കാർ ഹാജർ സർക്കാർ നിർദ്ദേശം നൽകുന്നു. നിയമസഭ ചേരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം നിർദ്ദേശം. വളം, കീടനാശിനി കൂടുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു. സാങ്കേതിക സർവകലാശാലയിലെ അവസാന സെമസ്റ്റർ പരീക്ഷ ഓൺലൈൻ നടത്തും. പക്ഷേ സർവകലാശാല പരീക്ഷകൾ, മറ്റ് സർവകലാശാല എല്ലാ പരീക്ഷകളും ജൂൺ 15 മുതൽ നേരിട്ട് ഓഫ്ലൈനായി നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. VC-മാർ, വൈസ് ചാൻസലർമാരുടെ യോഗം അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. രോഗവ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ അത്തരം നടപടിയിലേക്കായിരിക്കും സർക്കാർ കടക്കുന്നത്. കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വില കൂട്ടി വിൽക്കുന്നത് ഇപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിനെതിരെ ശക്തമായ നടപടി, സ്ഥാപനം പൂട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും. ബ്ലാക്ക് ഫംഗസിന്റെ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് വിദേശ മലയാളി സംഘടനയോട് സർക്കാർ ആവശ്യം അന്വേഷിച്ചിട്ടുണ്ട്. അത്തരം നടപടികളിലൂടെ സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ വിദേശ മലയാളികളുടെ സഹായം കൂടി ഇക്കാര്യത്തിൽ സർക്കാർ തേടുകയാണ്. വാക്സിന്റെ കാര്യത്തിലും കമ്പനികളോട് നേരിട്ട് ബന്ധപ്പെടാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. അതിലും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഫയലുകൾ കാലതാമസം കൂടാതെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാർ നൽകുന്നു. തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അനാവശ്യ ആശങ്ക വേണ്ട. അതിന് സർക്കാരിന്റെ പിന്തുണ, സഹകരണം, സംരക്ഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു. പക്ഷേ അഴിമതി കാണിച്ചാൽ അതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് മറ്റു കോവിഡിന് അപ്പുറത്തേക്കുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയാനുള്ളത്. ഏതായാലും പ്രവാസികളുടെ വാക്സിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അരുൺ, ഇന്നത്തെ കാര്യം, കോവിഡ് കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ മരണസംഖ്യയിൽ വലിയൊരു കുറവ് വരുന്നുണ്ട്. അത് ആശ്വസിക്കാവുന്ന കാര്യമാണെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്? മറ്റൊന്ന്, 30-ാം തീയതി ലോക്ക്ഡൌൺ നിർത്തുന്നത് അല്ലെങ്കിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ തന്നിരുന്നു? അവസാന ഭാഗത്ത് അത്തരത്തിലൊരു സംസാരം ഉണ്ടായിരുന്നല്ലോ. മരണസംഖ്യ കാര്യമായി കുറയുന്നുവെന്ന് പറയാൻ കഴിയില്ല. 151 പേർ ഇന്നും കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ കുറവുണ്ടാകുമെന്ന് മാത്രം
പറയാം. ലോക്ക്ഡൌൺ നീട്ടണമോ എന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനമുണ്ടാകും. നാളെ വെള്ളിയാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത. ഒരുപക്ഷെ ലോക്ക്ഡൌൺ ചില പ്രദേശങ്ങളിലെങ്കിലും ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതിന്റെ സാധ്യതകൾ പരിശോധിച്ചു വരുന്നുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ശരി, നന്ദി അരുൺ. എന്തായാലും 19.95 എത്തിയിരിക്കുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 35,525 പേർക്ക് രോഗം ഭേദമായിട്ടുമുണ്ട്. 28,798 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് മരണം സ്ഥിരീകരിച്ചത് 151 പേർക്കാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.